വെൽക്കം ടു ആർട്ടിഫിഷ്യൽ നോളജ്. റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ 5ാം ഭാഗമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ പേർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഞാൻ പറയുന്നത് പോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനടി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സമയം കളയേണ്ട, നേരെ ക്ലാസ്സിലേക്ക്. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഇൻവേർട്ടഡ് കോമയിലുള്ള പേഴ്സണൽ പ്രൊനൗൺസ് ഐ ആൻഡ് വി ഇവയ്ക്കുണ്ടാകുന്ന മാറ്റമാണ്. ഐക്കും വിക്കും റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റുമായിട്ട് ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ ഐയും അല്ല വിയും അല്ല, ഐയുടെയും വിയുടെയും പൊസസീവ് കേസസ് വന്നാൽ അവയ്ക്ക് എങ്ങനെയായിരിക്കും മാറ്റം വരുന്നത്. നമുക്കറിയാം ഐ എന്ന പേഴ്സണൽ പ്രൊനൗണിന്റെ പൊസസീവ് കേസ് മൈ ആണ്, വിയുടേത് അവർ ആണ്. ഐ ആൻഡ് വിക്ക് പകരം മൈ ഓർ അവർ ഇതാണ് ഇൻവേർട്ടഡ് കോമയിൽ വരുന്നതെങ്കിൽ അവയ്ക്ക് ആരുമായി ബന്ധമുണ്ടാകും? അവയെ എങ്ങനെയാണ് മാറ്റേണ്ടത്? സിമ്പിൾ ആണ്. പേഴ്സണൽ പ്രൊനൗൺസ് ഐ ആൻഡ് വി ആണെങ്കിൽ അതിന് റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റുമായാണ് ബന്ധമെന്ന് നമുക്കറിയാം. ഇനി ഐക്കും വിക്കും പകരം മൈ ആൻഡ് അവർ ആണ് വരുന്നതെങ്കിൽ അവയ്ക്കും റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റുമായി തന്നെയായിരിക്കും ബന്ധം. നമുക്ക് ചില എക്സാമ്പിൾസിലൂടെ ഒന്ന് പരീക്ഷിക്കാം. ഐ സെഡ് മൈ അങ്കിൾ വർക്ക്സ് ഡെയിലി. ഇത് അസർട്ടീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ് വരണം. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആണ്, അതുകൊണ്ട് ഇതിന്റെ ടെൻസ് മാറണം. ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണ്, അത് പാസ്റ്റിലേക്ക് മാറണം. നമ്മൾ ഈ പേഴ്സണൽ പ്രൊനൗൺസിന്റെ മാറ്റങ്ങൾ പഠിക്കുന്ന അതുകൊണ്ട് ഞാനിവിടെ സിമ്പിൾ പ്രസന്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ബാക്കി എല്ലാ ടെൻസും വരാനുണ്ട്, അത് സാവധാനം നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോ ഐ സെഡ്, സ്പീക്കർ ഐ ആണ്. ഐ സെഡ് അസർട്ടീവ് ആയതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബ് ആയിട്ടുള്ള സെഡിന് ശേഷം ദാറ്റ്. ഇനി ഇവിടെ ഉള്ളത് മൈ അങ്കിൾ ആണ്. മൈ എന്നുള്ളത് ഐയുടെ പൊസസീവ് കേസ് ആണ്. ഐക്ക് സബ്ജക്റ്റുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിന്റെ പൊസസീവ് ആയിട്ടുള്ള മൈക്കും സബ്ജക്റ്റുമായിട്ടായിരിക്കും ബന്ധം. അപ്പൊ മൈ അങ്കിൾ എന്ന് പറയുന്നത് സ്പീക്കർ ആയിട്ടുള്ള ഐയുമായിട്ട് ബന്ധമുണ്ട്, ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇനി ഐ എന്ന് പറയുന്നത് ഞാനാണ് സ്പീക്കർ. അപ്പൊ ഇത് എന്നെയും കൂടി ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ എഴുതുമ്പോ ഐ സെഡ് ദാറ്റ് മൈ അങ്കിൾ, ആരുടെ അങ്കിൾ? ഞാൻ പറഞ്ഞു എന്റെ അങ്കിൾ. അപ്പോ ഇങ്ങോട്ട് മാറ്റുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ് എഴുതി അതിനുശേഷം നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്നത് ഇങ്ങനെ തന്നെയാണ്, മൈ അങ്കിൾ. ഐ സെഡ് മൈ അങ്കിൾ, ഐ സെഡ് ദാറ്റ് മൈ അങ്കിൾ. എന്റെ അങ്കിൾ തന്നെയാണ്, അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അവ വർക്ക്സ് വർക്ക്ഡായി മാറുന്നു. ഡെയിലി ഐ സെഡ് ദാറ്റ് മൈ അങ്കിൾ വർക്ക് ഡെയിലി, ഇത് എന്റെ അങ്കിൾ തന്നെയാണ്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഐ സെഡ് അവർ അങ്കിൾ, എങ്ങനെ എഴുതാം? ഐ സെഡ് ദാറ്റ് അവർ അങ്കിൾ, ഞങ്ങളുടെ അങ്കിൾ. ഈ ഞങ്ങൾ എന്നുള്ളത് വിയുടെ പിന്നെ പൊസസീവ് കേസാണ്, അതുകൊണ്ട് അതിന് സബ്ജക്റ്റുമായി ബന്ധമുണ്ടാവും. ഈ ഞങ്ങളിൽ ഞാനും അടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് എന്റെയും കൂടി അങ്കിളാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഐ സെഡ് ദാറ്റ് അവർ അങ്കിൾ, ഞങ്ങളുടെ അങ്കിളായി തന്നെ നിലനിൽക്കും അവർ അങ്കിൾ. കാരണം ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്, അതുകൊണ്ട് ഐ സെഡ് ദാറ്റ് അവർ അങ്കിൾ എന്ന് തന്നെ വരുന്നു. ഡെയിലി. അടുത്ത ഭാഗം വി സെഡ് മൈ അങ്കിൾ വർക്ക്സ് ഡെയിലി. ഈ സെന്റൻസ് ഞാൻ അല്പം ഒന്ന് തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു എന്റെ അങ്കിൾ. ഇവിടെ നമുക്ക് മൈ അങ്കിൾ എന്ന് എഴുതാൻ പറ്റില്ല, കാരണം ഞങ്ങൾ പറഞ്ഞു എന്റെ അങ്കിൾ എന്നല്ല നമ്മൾ പറയുന്നത്. ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ അങ്കിളിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഇത് മൈ അങ്കിളിന് പകരം ആരാവണം? അവർ അങ്കിൾ തന്നെ വരണം. വി സെഡ് അവർ അങ്കിൾ വർക്ക്സ് ഡെയിലി. We said that
ഈ ആർ അങ്കിൾ എന്ന് പറയുന്നത് ഇവരുമായിട്ട് ബന്ധമുണ്ട്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ അങ്കിൾ. അപ്പൊ ഞങ്ങളുടെ അങ്കിൾ തന്നെയാണ്, അതിനകത്ത് മാറ്റമില്ല. He said that our uncle worked daily. ഇവിടെ വരുമ്പോൾ അല്പം ശ്രദ്ധ കൊടുക്കണം. You said my uncle. ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞു സ്പീക്കർ ഐ ആൻഡ് വി ആണെങ്കിൽ ഇത് നമ്മളെയും കൂടി ബാധിക്കുന്ന സംഗതികളാണ്. സ്പീക്കർ ഐയോ വിയോ അല്ലാതെ മറ്റേതെങ്കിലും പേഴ്സണൽ പ്രൊനൗൺ ആണ് വരുന്നതെങ്കിൽ ഇത് നമ്മുടെ കാര്യമേ അല്ല, മറ്റാൾക്കാരുടെ കാര്യമാണ്. അപ്പൊ നമ്മൾ മാറി നിന്നൊരു തേർഡ് പാർട്ടി ആയിട്ട് ചിന്തിക്കുന്നു. ഇതാ നോക്കാം. യു സെഡ് മൈ അങ്കിൾ വർക്ക്സ് ഡെയിലി. യു സെഡ് ദാറ്റ് മൈ അങ്കിൾ. ഇത് ആരുടെ അങ്കിൾ ആണ്? നമ്മുടെ അങ്കിൾ അല്ല. ഈ മൈ അങ്കിൾ ആരാണ് പറഞ്ഞത്? യു ആണ്. എന്താണെങ്കിലും മൈ, ഐയുടെ പൊസസീവ് ആയിട്ടുള്ള മൈ, അതിനും സബ്ജക്റ്റുമായിട്ടായിരിക്കും ബന്ധം. യു സെഡ് ദാറ്റ്, നീ പറഞ്ഞു. എന്റെ അങ്കിൾ എന്നുള്ളത് ആരുടെ അങ്കിൾ? നിന്റെ അങ്കിൾ. നീ പറഞ്ഞു നിന്റെ അങ്കിൾ. മൈ അങ്കിൾ എന്താവുന്നു? യുവർ അങ്കിൾ വർക്ക്ഡ് ഡെയിലി. ശ്രദ്ധിക്കണം, നീയാണ് മൈ അങ്കിൾ എന്ന് പറയുമ്പോൾ ഇവന്റെ അങ്കിളിനെ കുറിച്ചാണ് പറയുന്നത്. ആ മൈ അങ്കിൾ എന്നുള്ളത് യുവർ അങ്കിളായി മാറി. ഈ യുവറിന്റെ മീനിങ് നിന്റെ എന്നർത്ഥമാണ്. നീ പറഞ്ഞു നിന്റെ അങ്കിൾ. ഇവിടെ നോക്കാം. യു സെഡ് അവർ അങ്കിൾ. അവിടെയും എഴുതുന്നു യു സെഡ് ദാറ്റ് അവർ അങ്കിൾ. അവർ എന്നുള്ളത് വിയുടെ പൊസസീവ് ഫോമാണ്. അതിനും സബ്ജക്റ്റുമായി ബന്ധമുണ്ടാവും. നമ്മൾ മലയാളത്തിൽ ഒന്ന് എടുത്താൽ അതിന്റെ മീനിങ് ഇങ്ങനെയാണ്. നീ പറഞ്ഞു ഞങ്ങളുടെ അങ്കിൾ. നമ്മൾ മാറി നിന്ന് ചിന്തിക്കുമ്പോൾ നീ പറഞ്ഞു നിങ്ങളുടെ അങ്കിൾ. അപ്പൊ ആർ അങ്കിൾ എന്നുള്ളത് യോർ അങ്കിളായി മാറണം. യു സെഡ് ദാറ്റ് യോർ അങ്കിൾ വർക്ക്ഡ് ഡെയിലി. ഇവിടെയും യോർ അങ്കിൾ ഉണ്ട്, ഇവിടെയും യോർ അങ്കിൾ ഉണ്ട്. ഇവിടുത്തെ മീനിങ് നീ പറഞ്ഞു നിന്റെ അങ്കിൾ, ഒരാളെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നീ പറഞ്ഞു നിങ്ങളുടെ അങ്കിൾ. ഇവിടെ യു നിങ്ങളുടെയാണ്, ഇവിടെ നിന്റെയാണ്. അപ്പോ ഐ ആൻഡ് വിയുടെ പൊസസീവ് കേസസ് അവർ ആൻഡ് മൈ വന്നു കഴിഞ്ഞാലുള്ള മാറ്റം എങ്ങനെയാണെന്നുള്ളത് ഈ എക്സാമ്പിൾസിൽ നിന്നും മനസ്സിലായി. ഇനി നമ്മൾ സ്പീക്കേഴ്സ് തേർഡ് പേഴ്സൺസ് ഹി, ഷീ ആൻഡ് ദേ ഇവ വന്നാൽ എങ്ങനെയാണ് ഇവയ്ക്ക് ഇവരുണ്ടാകുന്ന മാറ്റം? ഐ, മൈ ഓർ അവർ, ഇതിനുണ്ടാകുന്ന മാറ്റം നമ്മൾ മുമ്പുള്ള എക്സാമ്പിൾസിൽ കണ്ടത് ഐ, വി ആൻഡ് യു ആണ് സ്പീക്കേഴ്സ്. ഇവിടെ സ്പീക്കേഴ്സ് ഹി ഉണ്ട്, ഷീ ഉണ്ട്, ദേ ഉണ്ട്. അപ്പൊ മൈ ആൻഡ് അവർ എങ്ങനെ മാറുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ സെന്റൻസ് ഇതാണ്. ഹി സെഡ് മൈ അങ്കിൾ വർക്ക്സ് ഡെയിലി. ഹി സെഡ് ദാറ്റ്. ദാറ്റ് അസർട്ടീവ് ആയതുകൊണ്ട് ഇവിടെ സ്പീക്കർ ഹി ആണ്. മൈ എന്നുള്ളത് ഐയുടെ പൊസസീവ് കേസ് ആണ്. അപ്പോൾ ഐക്ക് സബ്ജക്റ്റുമായി ബന്ധമുള്ളതുപോലെ അതിന്റെ പൊസസീവ് കേസ് ആയിട്ടുള്ള മൈക്കും ഈ സബ്ജക്റ്റുമായിട്ടായിരിക്കും ബന്ധം. അവൻ പറഞ്ഞു, അവനാണ്, നമ്മുടെ കാര്യമല്ല, നമ്മൾ മാറി നിന്ന് ചിന്തിക്കുന്നു. അവൻ പറഞ്ഞു എൻ്റെ അങ്കിൾ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അവൻ പറഞ്ഞു ഇതെന്തായി മാറണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. മലയാളത്തിൽ പറഞ്ഞാൽ അവൻ പറഞ്ഞു നമ്മുടെ അങ്കിൾ അല്ല അവന്റെ അങ്കിൾ എന്നാണ് മലയാളത്തിൽ പറയുമ്പോൾ തന്നെ വരുന്നത്. അപ്പോൾ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഹി സെഡ് ദാറ്റ്. ആരുടെ അങ്കിൾ? അവന്റെ അങ്കിൾ. ഇത് ഇവന്റെ അങ്കിളാണ്. ഹിസ് അങ്കിൾ വർക്ക്ഡ് ഡെയിലി എന്നായി. ഇനിതാ ഹി സെഡ് അവർ അങ്കിൾ വർക്ക്സ് ഡെയിലി. എങ്ങനെ വരും? ഹി സെഡ് ദാറ്റ് അവർ അങ്കിൾ. അവൻ പറഞ്ഞു എന്താണ്? ഞങ്ങളുടെ അങ്കിൾ. ഞങ്ങളുടെ, അതിന് ഇതുമായിട്ട് ബന്ധം. കാരണം ഇത് വിയുടെ പൊസസീവ് കേസാണ്. വിക്ക് സബ്ജക്റ്റുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിൻ്റെ പൊസസീവ് ഫോമായിട്ടുള്ള ആറിനും ഹീയുമായിട്ടായിരിക്കും ബന്ധം. അവൻ പറഞ്ഞു ഞങ്ങളുടെ അങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? അവൻ പറഞ്ഞു അവരുടെ അങ്കിൾ. മനസ്സിലായില്ലേ? അവൻ പറഞ്ഞു അവരുടെ അങ്കിൾ. ഇവിടെ he said that my uncle, ആ മൈ ഹിസ് ആയി മാറുന്നു.
കാരണം ഈ പറയുന്ന വ്യക്തി തന്നെയാണിത്. എന്നാൽ ഹീ സെഡ്, അവർ അങ്കിൾ എന്ന് പറയുമ്പോൾ അവൻ ഉൾപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ചാണ്, ഒരു കൂട്ടം ആൾക്കാരുടെ അങ്കിളാണ്. അപ്പൊ ഹീ സെഡ് ദാറ്റ് ഹിസ് അങ്കിൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഈ കേസിലാണ് പറയുന്നത്. മൈ അങ്കിൾ ഹിസ് അങ്കിൾ ആയി മാറും. ഇവിടെ അവർ അങ്കിൾ അന്ന് അവൻ പറഞ്ഞപ്പോൾ നമ്മൾ മാറി നിന്ന് ചിന്തിച്ചപ്പോൾ എങ്ങനെ വന്നു? അവൻ പറഞ്ഞു ഞങ്ങളുടെ എന്നുള്ളത് അവരുടെ അങ്കിൾ എന്നായി മാറണം. അപ്പോ ഏറ്റവും ഈസി ടെക്നിക്ക് ഇതാണ്. ഇത് ഐയും വിയും അല്ലെങ്കിൽ നമ്മൾ മാറി നിന്ന് ചിന്തിക്കണം. അവൻ പറഞ്ഞു ആരുടെ അങ്കിൾ? അവരുടെ അങ്കിൾ. അവരുടെ എന്നുള്ളത് their uncle worked daily. ഇനി അടുത്തത് ഹീയും വന്നതുപോലെ തന്നെയാണ് ഷീയുടെയും. ഷീ സെഡ് മൈ അങ്കിൾ വർക്ക്സ് ഡെയിലി. എങ്ങനെ വരും? ഷീ സെഡ് ദാറ്റ് മൈ അങ്കിൾ. ആരുടെ അങ്കിൾ? ഇവളുടെ അങ്കിൾ. നമ്മൾ മാറി നിന്ന് ചിന്തിക്കുമ്പോൾ അവൾ പറഞ്ഞു എൻ്റെ അങ്കിൾ. അപ്പോ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് വരുമ്പോൾ അവൾ പറഞ്ഞു എൻ്റെ ആരായി മാറണം? അവളുടെ അങ്കിൾ. അവളുടെ എന്നുള്ള വേർഡ് ഹെർ അങ്കിൾ വർക്ക്ഡ് ഡെയിലി. ഇനി അടുത്തത് ഷീ സെഡ് അവർ അങ്കിൾ. ഷീ സെഡ് ദാറ്റ്. അവർ അങ്കിൾ എന്നുള്ളത് അവളുടെ മാത്രം അങ്കിളല്ല, അവൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ അങ്കിളാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയണം, അവൾ പറഞ്ഞു അവളുടെ അങ്കിളല്ല അവരുടെ അങ്കിൾ. അവളും കൂടി ഉൾപ്പെടുന്ന കുറെ പേരുടെ അങ്കിൾ എന്ന് പറയുമ്പോൾ അവരുടെ. ഷീ സെഡ് ദാറ്റ് their uncle worked daily. അപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലേഴ്സ് ആയിട്ടുള്ള ഹി ആൻഡ് ഷീ സ്പീക്കേഴ്സ് ആയിട്ട് വരുമ്പോൾ മൈ ആൻഡ് അവർ ഇതിന്റെ മാറ്റം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഇനി തേർഡ് പേഴ്സൺ പ്ലൂറൽ ആയിട്ടുള്ള ദേ ആണ് സബ്ജക്റ്റ് എങ്കിൽ, സ്പീക്കർ എങ്കിൽ ഈ അവറിന് വരുന്ന മാറ്റം എങ്ങനെയാണ്? ദേ സെഡ് our uncle works daily. They said that our uncle. ഈ അവർ ആരുടെയാണ്? ഇവരുടെ തന്നെയാണ്. നമ്മൾ മാറി നിന്ന് ചിന്തിക്കുന്നു, അവർ പറഞ്ഞു ഞങ്ങളുടെ അങ്കിൾ. ഞങ്ങളുടെ അങ്കിൾ ആരുടെ അങ്കിൾ? അവരുടെ അങ്കിൾ. അപ്പൊ they said that their uncle worked daily. അപ്പൊ നമ്മള് സ്പീക്കേഴ്സ് 3 പ്രൊനൗൺസും 3 പേഴ്സൺസും വന്നപ്പോൾ പൊസസീവ് കേസസിന് ഐ ആൻഡ് വിയുടെ പൊസസീവ് കേസിന് വരുന്ന മാറ്റങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് സാവധാനമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു പോകുന്നത്. ക്ഷമയോടെ എല്ലാ വീഡിയോസും കാണണം. ഇനിയും ധാരാളം കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഇൻവേർട്ടഡ് കോമയിലുള്ള പ്രൊനൗൺസ് ഇനി മാറി മാറി വരും. തേർഡ് പേഴ്സൺ വരും, സെക്കൻഡ് പേഴ്സൺ വരും. ഇവയെല്ലാം കാണാനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക. സാവധാനം പഠിച്ചെങ്കിൽ മാത്രമേ റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് മനസ്സിലിരിക്കൂ. കൂടുതൽ അറിവുകളുമായി ഞാൻ ഉടനടി വരും. കാത്തിരിക്കണം. Till we meet next time. Take care. Goodbye. Please like, share and subscribe the channel.